വെൽക്കം ടു മൈ ചാനൽ നജീബ് ദി ട്രാവലർ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഒരു അൺബോക്സിംഗ് വീഡിയോ. ഇതാണ് ആപ്പിൾ 5 വാച്ച് സീരീസ്. 5 സീരീസിലുള്ള ആപ്പിൾ വാച്ചാണിത്. അതിൻ്റെ സ്പെക്ക് ഒന്ന് വായിച്ചു തരാം. ഇത് സ്പേസ് ബ്ലാക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ബ്ലാക്ക് സ്പോട്ട് പാനാണ്, ബ്ലാക്ക് കളറിലുള്ള പാൻറ്റാണ് അതിനുള്ളത്. പിന്നെ 44 mm ആണ് അതിൻ്റെ ഡയമീറ്റർ. ആ ഡയലിൻ്റെ വലുപ്പം 40 mm അതുപോലെ തന്നെ 44 mm രണ്ട് സൈസിലാണ് ആപ്പിളിൻ്റെ വാച്ച് വരുന്നത്. ലേഡീസ് നോർമലി യൂസ് ചെയ്യാം 40 mm അതുപോലെ തന്നെ ജെൻസ് കുറച്ചും കൂടി വലുപ്പം ഇഷ്ടപ്പെടുന്ന ആൾ 44. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പേ 4 സീരീസ് മുതൽ എല്ലാ വാച്ചസും GPS എനേബിൾഡ് ആണ്. ആഡഡ് ആയിട്ടുള്ള നമുക്ക് സെല്ലുലാർ ഫീച്ചർ ഉണ്ട്. സെല്ലുലാർ ഫീച്ചർ നമുക്ക് ഈ വാച്ച് ഒരു വെർച്വൽ സിമ്മിൻ്റെ രീതിയിൽ നമ്മളെ മൊബൈലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം യൂസ് ചെയ്യാം. നമ്മളെ മൊബൈലിൽ ഒരു സിം കാർഡ് ഉണ്ടാവും. സെയിം സിം കാർഡ് സെയിം നമ്പർ വെർച്വലായിട്ട് നമ്മളുടെ ഏതാണോ സിം കാർഡ് പ്രൊവൈഡർ അവരെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 months UAE-ലാണെങ്കിൽ 6 months നിങ്ങൾക്ക് ഫ്രീ ആണ് ആ വാച്ച് വാങ്ങിക്കഴിഞ്ഞാൽ വെർച്വൽ സിം കാർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ 6 months ശേഷം 25 dirhams നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ചാർജ് ചെയ്യും. കാരണം ഒരു വെർച്വൽ സിം കാർഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വാച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് അൺബോക്സ് ചെയ്യാം. ഇവിടെ ബാക്കിലാണ് തുറക്കുന്ന ഭാഗമുള്ളത്. ഇത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണുള്ളത് ഇതിൻ്റെ ഉള്ളിൽ. ഈ കളേഴ്സിനൊക്കെ ഉള്ള വാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിലെ ഡിസൈൻസ്. പിന്നെ നമ്മളുടെ വെയിറ്റ് ചെയ്ത ആപ്പിൾ വാച്ച് സീരീസ് 5 വാച്ച് ഉണ്ട്. പിന്നെ സ്ട്രാപ്പ്, നമ്മളെ ബാൻഡ്, റിസ്റ്റ് ബാൻഡ് ബ്ലാക്ക് കളറിലുള്ള 2 സംഭവമുള്ളത്. നമുക്ക് ആദ്യം നമ്മളെ വാച്ച് വെയിറ്റ് ചെയ്യുന്ന വാച്ചും തുറന്ന് നോക്കാം. ഡയലി ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഇവിടെ വളരെ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വെരി ബ്യൂട്ടിഫുൾ, വളരെ എലിഗൻ്റ് ആയിട്ടുള്ളതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഫുള്ളൊരു സിംഗിൾ ഒരു ഗ്ലാസ് പോലെ തോന്നാം. ഓക്കെ ഇത് നമ്മുടെ സൈഡിൽ വെക്കാം ഇവിടെ. പിന്നെ ഇതിലുള്ളത് നോക്കാം, ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. അതെങ്ങനെയും ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ലാണ്. വാച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പവർ ബട്ടൺ ആക്കിയിട്ട് ഓൺ ചെയ്ത് അതിനുശേഷം ഫോണിൽ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിൾ ഫോണിൽ ഐഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അത്രയാണ് അതിൻ്റെ ലീഫ്ലെറ്റിൽ. പിന്നെ ഒരു വയർലെസ് ചാർജർ ഉണ്ട് ഇതിൽ. വയർലെസ് ചാർജർ, അതിൻ്റെ അഡാപ്റ്റർ. പിന്നെ നമ്മൾ ഒന്ന് റിസ്റ്റ് ബാൻഡ് എങ്ങനെയുണ്ട് നോക്കാം. ബ്ലാക്ക് കളർ സ്റ്റെയിൻലെസ് സ്റ്റീലിന് വേണ്ടിയിട്ടുള്ള റിസ്റ്റ് ബാൻഡാണ്. ഇതിൽ ബാൻഡ് എങ്ങനെയാ ഇടാൻ പറ്റുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ബാൻഡ് നമുക്ക് കാണാം. ഒരു ബാൻഡ് ഇവിടെ 2 സ്മോൾ മീഡിയം തൊട്ടുള്ള ഒരു സൈസ് ഉണ്ട്. ഇവിടെ ചെറുത്, പിന്നെ മീഡിയം ലാർജ് തൊട്ട് വലുതുമുണ്ട്. ഇതാണ് വാച്ചിൻ്റെ വരുന്നത്. ഇത് അഡീഷണൽ നമുക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇത്, ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഇത്. പിന്നെ അതെങ്ങനെ ഇടുന്നതെന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ, എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. ഈ നമ്മൾ ആദ്യം ഒരെണ്ണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും വലുതന്നെ എടുക്കാം, ചെറുതായി പോകണ്ടല്ലോ. ഒരു ബാൻഡ് എടുത്തിട്ട് നമ്മൾ വാച്ചിൻ്റെ ഇത് ശരിക്കും തിരിയും. ഫ്രണ്ട് ഭാഗം ഇതും ബാക്ക് സൈഡ് ഇതൊന്നുമില്ല. അത് എങ്ങനെ വേണമെങ്കിലും ഇടാൻ തോന്നും. 2 സൈഡിലേക്കായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഒരു ക്ലിക്ക് സൗണ്ട് വരും. പിന്നെ അത് അയ്യൂല, അത് കഴിക്കാൻ പറ്റില്ല. കാരണം ക്ലിക്കായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് പുഷ് ചെയ്താൽ ഇങ്ങനെ വരും. അല്ലാതെ നമ്മൾ ഇടുന്ന സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇടാൻ പറ്റും. കണ്ടോ, ക്ലിക്ക് സൗണ്ട് വന്നു. പിന്നെ അടുത്ത അപ്പോൾ ക്ലാസിക് ലുക്ക് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇട്ട് നോക്കാം. ഇടുന്നത്
ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സൈസിന് കണക്കായിട്ട് ഈ ക്ലിപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ ബാൻഡ് ഉള്ളിലേക്ക് ആക്കുക. പിന്നെ ലോങ് പ്രസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആയിട്ടുണ്ട് ഓൾറെഡി. ഓൺ ആയി കഴിഞ്ഞാൽ ഈ ടൈമിൽ ഞാൻ ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ വാച്ചിൻ്റെ. അപ്പോൾ സ്റ്റാർട്ട് പെയറിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ ഇങ്ങനെ ഒരു ചിഹ്നം വരും. അപ്പോൾ നമ്മൾ എന്താക്കുക, അത് ഡയറക്റ്റ്ലി ഈ ഫോണിൻ്റെ ബ്രിങ് യുവർ ഫോൺ നിയർ ടു ദ ആപ്പിൾ വാച്ച്. കണ്ടോ, ആപ്പിൾ വാച്ച് പേഡ് ആയിരിക്കുകയാണ് എൻ്റെ ഫോണുമായിട്ട്. അപ്പോൾ ഇങ്ങനൊരു ചിഹ്നമാണ് വരാൻ പേഡ് ആയിക്കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ വരുന്നുണ്ട് ഒരു അവിടെ വാച്ചിൻ്റെ ഇൻഫർമേഷൻ വരുന്നത്. ഇപ്പം ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ഫോണിൽ വരും. ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യുക. നമ്മളെ ആപ്പിൾ ഐ ഡി എന്താണോ അത് ആക്ടിവേഷൻ ഒന്നും കൂടി ആവശ്യമാണ്. നമ്മൾ ആപ്പിൾ ഐ ഡി ടൈപ്പ് ചെയ്യുക. Your watch is ready. Press the digital crown എന്നുള്ള മെസ്സേജ് വരും. ഡിജിറ്റൽ ക്രൗൺ എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടിന് ഡിജിറ്റൽ ക്രൗൺ എന്ന് പറയുന്നത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഒന്ന് ഷേക്ക് ചെയ്യും. പിന്നെ ഓൾറെഡി ഇതിലുള്ള എല്ലാ ആപ്സും ഓൾറെഡി വന്നിട്ടാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈൽ ഫേസ് സെലക്ട് ചെയ്യാം വാച്ചിന് കണക്കായിട്ടുള്ള. അപ്പോൾ നമ്മുടെ വാച്ച് സെറ്റാണ്, അടിപൊളിയാണ് മച്ചാ വാച്ച്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ വാച്ച് എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. ഇതിലുള്ള കുറേ ആപ്ലിക്കേഷൻ, ഒന്ന് മെയിനായിട്ട് നമ്മളെല്ലാവരും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, എന്നാലും ബ്രീത്തിങ് പ്രോപ്പർ അല്ല ഇടയ്ക്കിടെ ചെയ്യുന്നത്. നമ്മൾ ബ്രീത്ത് എടുത്ത് ഹോൾഡ് ചെയ്ത് കുറച്ച് സമയം വെച്ച് എന്നിട്ട് റിലീസ് ചെയ്ത് ആ ഒരു എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യണമെന്ന് വാച്ച് നിങ്ങൾ ഓർമ്മിപ്പിക്കും. എന്നാൽ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്തിട്ടില്ല, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കുറേ സമയം ഇരിക്കുകയാണെങ്കിൽ അവർ വാച്ച് തന്നെ നമുക്കൊരു കമാൻഡ് തരും, ഒന്ന് എഴുന്നേറ്റ് നടക്കണം, കുറേ സമയം ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പമ്പ് ചെയ്യണം പ്രോപ്പറായിട്ട്. അതുപോലെ നമ്മൾ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യും. നമ്മൾ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും. ECG ചെക്ക് ചെയ്യും. ECG എല്ലാ കൺട്രീസിലും അവൈലബിൾ അല്ല സോഫ്റ്റ്വെയർ, ചില കൺട്രീസിൽ മാത്രം. അതിന് ചില ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് കൺട്രിയിലും ഔട്ട്സൈഡ് US അത് അവൈലബിൾ ആണ്. ഔട്ട്സൈഡ് US യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അത് യൂസ് ചെയ്താൽ ECG നമുക്ക് അവൈലബിൾ. UAE കറൻ്റ്ലി അവൈലബിൾ അല്ല, പക്ഷേങ്കിൽ ചില ആപ്പ് ചില രീതിയിൽ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സെപ്റ്റംബർ 2019 ഈ വാച്ച് ലോഞ്ച് ചെയ്തത്. പിന്നെ 2 ഡയമെൻഷനുള്ള വാച്ച് വരുന്നു, 44 മില്ലിമീറ്ററും അതുപോലെ തന്നെ 40 മില്ലിമീറ്റർ. 50 മീറ്റർ അണ്ടർ ദ വാട്ടർ നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ബെസ്റ്റ്. സ്വിമ്മേഴ്സ് ആണെങ്കിൽ നമ്മളിപ്പം ഒരു സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വാച്ച് വെള്ളത്തിൽ വീണോ ഒരു 50 മീറ്റർ വരെ താഴത്ത് പോയി കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻസ് ആണ്, വെള്ളം അങ്ങനെ പെട്ടെന്നൊന്നും കയറത്തില്ല എന്നാണ് ഇതിൻ്റെ കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ 3D ടച്ച് ഡിസ്പ്ലേ ഇതിൻ്റെ ഉള്ളത്. ലിഥിയം ബാറ്ററിയാണ്, റിമൂവ് ചെയ്യാൻ പറ്റാത്ത ലിഥിയം ബാറ്ററി. പിന്നെ 32 GB ആണ് ഇതിൻ്റെ മെമ്മറി ഉള്ളത്. ഈ വാച്ചിൻ്റെ മെമ്മറി 32 GB. വൈഫൈ എനേബിൾ ആണ്. ബ്ലൂടൂത്ത് ഉണ്ട് ഇതിൽ ഓൾറെഡി. ഇതിന് ഇല്ലാത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോ ഇല്ല. നമ്മൾ FM കേൾക്കുന്ന ആളാണെങ്കിൽ റേഡിയോൻ്റെ ഫെസിലിറ്റി ഇതിലില്ല. അതുപോലെ തന്നെ USB സ്ലോട്ടും ഇല്ല. 18 hours ആണ് ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവുക. അപ് ടു മാക്സിമം പോയി കഴിഞ്ഞാൽ 18 hours. പിന്നെ അതുപോലെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ എക്സാക്ട് മിററിംഗ് ആണ് വാച്ച് ചെയ്യുന്നത്. ഫോണും വാച്ചുമായിട്ട് കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും നമ്മൾ വാച്ചിൽ അറിയാൻ പറ്റും. വാട്സപ്പ് മെസ്സേജ് വന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജിമെയിലോ മറ്റ് മെയിൽസ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആപ്പ് ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ ഫോണിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്, നിങ്ങൾക്ക് ആ മെസ്സേജ് എന്താണെന്ന് വായിക്കാൻ പറ്റില്ല. സാധാരണ നോർമൽ മെസ്സേജ് ആ മൊബൈലിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും.
എല്ലാത്ത നിങ്ങൾക്ക് മെയിലൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോൺ വാച്ച് വഴി വെച്ചിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. മെയിൽ റീഡ് ചെയ്യാൻ പറ്റില്ല, വാട്സപ്പ് മെസ്സേജ് എന്താ റീഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഇന്ന ആൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കരുത്. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട്, നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളോട് എല്ലാവരും ബായ് പറയുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തേക്ക്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.